നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പള്ളികളിലൊക്കെ പ്രത്യേകിച്ചും കത്തോലിക്ക പള്ളികളിലെ വണക്കമാസത്തിനോട് അനുബന്ധിച്ച് നേർച്ചയായിട്ടുണ്ടാക്കുന്ന നേർച്ച പാച്ചോറിൻ്റെ റെസിപ്പിയാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്രയും പെട്ടെന്ന് ഈ റെസിപ്പി ഉണ്ടാക്കി തീർക്കാം. ഇതിന് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല. പച്ച തേങ്ങ ചിരണ്ടിയത് മാത്രം മതി. ഫസ്റ്റ് സ്റ്റെപ്പ് 1.5 കപ്പ് അരി 6 കപ്പ് വെള്ളത്തിൽ, ഇത് നല്ല വേവുള്ള അരിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതൂടെ ഇട്ടാണ് വേവിക്കുന്നത്. എത്ര കപ്പ് വെള്ളം വേണം, എത്ര വിസിൽ വേണം, അതൊക്കെ ഇതിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ 3 വിസിലാണ് വെച്ചത്. അതവിടെ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു വലിയ കഷ്ണം ശർക്കര, ഏകദേശം 200 ഗ്രാം, ഇതിനെ പാനിയാക്കി എടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് പൊട്ടിച്ച് ചേർക്കാറില്ല. ഇത് ആ കഷ്ണം പോലെ തന്നെയാണ് ഇടുന്നത്. ഒരു 7 മിനിറ്റ് കൊണ്ട് അത് പാനിയായി വന്നു. ഇനി പ്രഷർ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഒരു 60% മാത്രമാണ് മട്ട റൈസാണ് ഞാൻ ഉപയോഗിച്ചത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 60% വേവിച്ചതിന് ശേഷം ബാക്കി ഞാൻ സ്റ്റൗവേലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എത്ര കപ്പ് വെള്ളം വേണമെന്നുള്ളത് അതാത് നമ്മൾ ഉപയോഗിക്കുന്ന അരിയുടെ വേവിനെ ആശ്രയിച്ചിരിക്കും. ഇത് നന്നായിട്ട് വേവുള്ളതാണ്. ഇവിടെ കുറച്ചുകൂടെ വെള്ളം പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ആ ഒരു ഉണ്ട ശർക്കരയിൽ നിന്ന് എടുത്ത പാനിയാണ്. ആ 1 കപ്പ് ഞാൻ പല പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് കൂടെ സ്റ്റൗവേ കിടന്ന് ഈ പാനിയിൽ പറ്റി വരണം. ഇനി ബാക്കി തേങ്ങ 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതോടെ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ടപ്പോൾ അരിയുടെ കൂട്ടത്തിൽ ചേർത്തു, 1/2 കപ്പ് ഇപ്പോഴും ചേർത്തു. ടോട്ടൽ 1 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് ഈ തേങ്ങയും ശർക്കരയും, പിന്നെ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്ക്, ജീരകം, പിന്നെ പൊടിച്ചതാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ആ ബാക്കി നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനിയാണ്. ഇങ്ങനെ പാനി കിടന്ന് നന്നായിട്ട് ഈ ചോറ് പറ്റി വരുമ്പോഴത്തേക്ക് നല്ലൊരു രുചിയായിരിക്കും. പിന്നെ ഇത് ഒരു ആവറേജ് മധുരമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കൂടുതൽ മധുരം വേണ്ടവർക്ക് പള്ളിയിലൊക്കെ കുറച്ചുകൂടെ മധുരം മുമ്പോട്ടാണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ ശർക്കര പാനിയുടെ എമൗണ്ട് കൂട്ടാവുന്നതാണ്. ഇങ്ങനെ ഈ കൺസിസ്റ്റൻസി വന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇത് പറ്റിച്ച് ഒരു മീഡിയം ഹീറ്റിലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഈ പാച്ചോറിൻ്റെ പാകം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇളക്കി വരുമ്പോഴേക്കും ഈ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് കിട്ടണം. ഒത്തിരി കട്ടിയായിട്ടല്ല, കാരണം ഇരിക്കുമ്പോൾ ഇത് കുറുകി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ പാകത്തിൽ നമ്മൾ ഓഫ് ചെയ്യുക. എന്നിട്ട് വേറൊരു ട്രേയിലോ ഏതെങ്കിലും പാത്രത്തിൽ നമുക്ക് നിരത്തി വെക്കുകയാണെങ്കിൽ ഇത് മുറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ റെസിപ്പി വേഗം നമുക്ക് പാച്ചോറ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാച്ചോറിൻ്റെ പല റെസിപ്പികളും എൻ്റെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനു തോമസ്. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.